ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 28 വിശുദ്ധ ജർമാനൂസിന്റെ തിരുനാൾ. ഫ്രാൻസിൽ 496 ജനിച്ച ജർമാനൂസ് ഫാദർ സ്കാപ്പി ലിയോൺസ് ആണ് ശിക്ഷണം നൽകിയത്. യുവാവായിരിക്കുമ്പോൾ പാതിരാത്രി 2 കിലോമീറ്ററോളം നടന്ന് ദേവാലയത്തിൽ രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. വൈദികനായി അധികം താമസിയാതെ വിശുദ്ധ സിംബോറിയന്റെ ആശ്രമത്തിൽ ആബട്ടായി. ആശ്രമവാസികൾ നിദ്രയിൽ അമരുമ്പോൾ ആബട്ട് ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകും. 554 പാരീസിലെ മെത്രാനായി. ദരിദ്രരും അവശരും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തിങ്ങിക്കൂടുമായിരുന്നു. പല ഭിക്ഷുക്കൾക്കും സ്വന്തം മേശയിൽ അദ്ദേഹം ഭക്ഷണം കൊടുത്തിരുന്നു. ബിഷപ്പ് ജർമാനൂസിന്റെ വശ്യമാർന്ന പ്രസംഗത്തിൽ അതിമോഹിയും ലൗകികനും ആയിരുന്ന ചിൽഡ്ബറ്റ് രാജാവ് ഭക്തനും ധർമ്മിഷ്ഠനുമായി മാറി. അദ്ദേഹത്തിൻ്റെ അനുജൻ ക്ലോവിഡ് രാജാവ് പനി ബാധിച്ച് കിടന്നപ്പോൾ ആർച്ച് ബിഷപ്പ് ജർമാനൂസിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വസ്ത്രം ദേഹത്ത് ചേർത്ത് പുതച്ചതും രാജാവിൻ്റെ അസുഖം മാറുകയും ചെയ്തു. വാർദ്ധക്യത്തിൽ ഫ്രാൻസിൽ നിന്ന് വിഗ്രഹാരാധനയുടെ അവശിഷ്ടങ്ങൾ കൂടി തുടച്ചുമാറ്റി പാപികളുടെ മാനസാന്തരത്തിന് അവസാനം വരെ അധ്വാനിച്ച് 576 മെയ് 28 80-ാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പ് ജർമാനൂസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ ജർമാനൂസെ, ഞങ്ങൾക്കു വേണ്ടി ഈ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.